أعوذ بالله من الشيطان الرجيم قال موسى لقومه استعينوا بالله واصبروا إن الأرض لله يورثها من يشاء من عباده والعاقبة للمتقين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാന്മാരായ പ്രവാചകന്മാരുടെ ചരിത്ര യാഥാർത്ഥ്യങ്ങളിലൂടെയുള്ള നമ്മുടെ പഠന പരമ്പരയിൽ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചുള്ള ചരിത്ര വിവരണങ്ങളിലൂടെയാണ് നമ്മുടെ ക്ലാസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രത്യേകമായ നിർദ്ദേശപ്രകാരം ഫറോവയുടെ സമീപത്ത് പോയി അള്ളാഹുവിന്റെ ദീൻ പരിചയപ്പെടുത്തിയതിന്റെ തുടർച്ചയായി കൊണ്ട് നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളും ഇത് കേവലം ഒരു ജാലവിദ്യ മാത്രമാണ് മൂസ പ്രകടിപ്പിക്കുന്നതെന്നും ഇതിനേക്കാൾ പ്രഗത്ഭരായ മജീഷ്യന്മാരും ജാലവിദ്യക്കാരുമൊക്കെ എന്റെ രാജ്യത്തുണ്ടെന്നും അവരുടെ മുമ്പിൽ സംവദിക്കാനും വെല്ലുവിളി സ്വീകരിക്കാനും മൂസ തയ്യാറുണ്ടോ എന്ന് ഫറോവ വെല്ലുവിളിക്കുകയും മഹാനായ പ്രവാചകൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ തൗഫീഖ് മുഖേന ആ സംരംഭത്തിൽ ഏറ്റവും വലിയ അത്യുത്തമമായ വിജയത്തിലേക്ക്, ഉന്നതമായ വിജയത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. സാഹിറുകൾ മുഴുവനും മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രകടനത്തിന്റെ മുമ്പിൽ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ആ മജീഷ്യന്മാര് മുഴുവനും അവിടെ വെച്ച് തന്നെ അവർക്ക് സത്യം ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിൽ ഫിറഔനിനെ ഒട്ടും ഭയപ്പെടാതെ തന്നെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പരിചയപ്പെടുത്തിയ യഥാർത്ഥമായ ഇസ്ലാമിന്റെ സന്ദേശം ഉൾക്കൊണ്ട് മുസ്ലിമീങ്ങളായി. എന്നാൽ ഫിറഔനും അവന്റെ ആളുകളും അവരുടേതായ അവിശ്വാസത്തിൽ തന്നെ ശഠിച്ചു നിന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ വിശ്വസിച്ച ആളുകളെ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇതാണ് നമ്മൾ കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ വിശദീകരിച്ച് അവസാനിപ്പിച്ചത്. സാഹിറുകൾ അവർക്ക് സത്യം ബോധ്യമായപ്പോൾ അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നതും ഫിറഔൻ അവരെ കൊന്നുകളഞ്ഞു എന്നതാണ് പ്രബലമായ അഭിപ്രായങ്ങളിലായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ കാഫിറുകളായി പ്രഭാതത്തിൽ എത്തിച്ചേർന്ന ആ വ്യക്തികൾ ആ സദസ്സ് വിട്ട് ശുഹദാക്കളായി കൊണ്ട് ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു എന്ന റിപ്പോർട്ടുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്തായിരുന്നാലും ആ മജീഷ്യന്മാരുടെ ഇസ്ലാം സ്വീകരണം മുഖേന കുപിതനായ ഫിറഔൻ, അതുപോലെ തന്നെ അവന്റെ സിൽബന്ധികളും അവന്റെ അനുയായികളുമൊക്കെ അവരുടെ ജാള്യത മറച്ചുപിടിക്കാൻ പിന്നെയും അവർ കുപ്രചരണങ്ങൾ അഴിച്ചുവിടുകയും അധികാരത്തിന്റെ ഹുങ്ക് പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു എന്നതാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ സാഹിറുകളായ ആളുകളൊക്കെ ഇസ്ലാം സ്വീകരിച്ചത് കണ്ട്, അതുപോലെ തന്നെ ജനങ്ങളൊക്കെ അതിലേക്ക് ഒഴുകുമോ എന്ന് ഭയപ്പെട്ട ആ നാട്ടിലെ പൗരപ്രധാനികൾ, ഫിറഔനിന്റെ ഒപ്പം കൂടികളായ ആ നാട്ടിലെ പ്രമുഖന്മാർ ഫിറഔനിനെ അവർ ചൂടാക്കിക്കൊണ്ടേയിരുന്നു. ഫിറഔനിനെ അവർ പലതും പറഞ്ഞുകൊണ്ട് ഇളക്കിവിടാൻ ശ്രമിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ ഒരു സൂറത്തുൽ അഅറാഫിലെ 127-ാമത്തെ ആയത്തിൽ വിശദീകരിക്കുന്നു. وقال الملأ من قوم فرعون أتذر موسى وقومه ليفسدوا في الأرض ويذرك وآلهتك قال سنقتل أبناءهم ونستحيي نساءهم وإنا فوقهم قاهرون. وقال الملأ من قوم فرعون, ഫിർഔനിന്റെ ജനതയിൽപ്പെട്ട പ്രധാനികളായ ആളുകൾ പറഞ്ഞു. ഫിർഔനിനോട് അവർ ചോദിക്കുകയാണ്, അതദറു മൂസ വ ഖൗമഹു,
അതദറു മൂസ വഖൗമഹു, മൂസയെയും അയാളുടെ അദ്ദേഹത്തിന്റെ ജനതയെയും നിങ്ങൾ വിട്ടുകളയുകയാണോ? അവരെ വെറുതെ വിട്ടുകൂടാ. ഫിർഔനിന്, അല്ലെങ്കിലേ ഫിർഔൻ ഏറ്റവും വലിയ ധിക്കാരിയാണ്. ആ ധിക്കാരിയായ ഫിർഔനിനെ ഒന്നും കൂടെ പറഞ്ഞ് പ്രേരിപ്പിക്കുകയാണ് അവന്റേതായ ആനുകൂല്യങ്ങൾ പറ്റി ജീവിക്കുന്ന ചില സിൽബന്ദികൾ. അവരാ നാട്ടിലെ പൗരപ്രമുഖരാണ്, ഫിർഔനിന് വേണ്ടപ്പെട്ടവരാണ്. മൂസയെ വിടരുത്, അനുയായികളെ വിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും അവർ ഫിർഔനിന്റെ വികാരത്തെ ആളിക്കത്തിക്കുകയാണ്. അവര് പറഞ്ഞ വർത്തമാനമാണ് വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. വഖാലൽ മലഉ മിൻ ഖൗമി ഫിർഔൻ, ഫറോവയുടെ ജനതയിൽപ്പെട്ട ആ പൗരപ്രമുഖരായ പ്രധാനികളായ പ്രമാണിവർഗം പറഞ്ഞു, ഫിർഔനിനോട് ചോദിക്കുകയാണ്, അത്തദറു മൂസ വഖൗമഹു, മൂസയെയും അവന്റെ ആളുകളെയും നിങ്ങൾ വിട്ടുകളയുകയാണോ? ലിയുഫ്സിദൂ ഫിൽ അർളി, ഭൂമിയിൽ അവരെ കുഴപ്പമുണ്ടാക്കാൻ. അവരെ ഇങ്ങനെ വിട്ടാൽ അവർ ഈജിപ്ത് മുഴുവനും കുഴപ്പമുണ്ടാക്കും, അവരുടെ മതം പ്രചരിപ്പിക്കും, അവരുടേതായ അംഗസംഖ്യ വർദ്ധിക്കും, അവർക്ക് ഈ രാജ്യത്തിന്റെ പ്രത്യേകമായ എല്ലാ മുക്കുമൂലകളിലും സ്വീകാര്യത ലഭിക്കും. അതുകൊണ്ട് ഇവരെ വിട്ടുകൂടാ, അവരെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വിട്ടുകൂടാ. വയദറക വആലിഹതക, താങ്കളെയും അതുപോലെ തന്നെ താങ്കൾ ഞങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ള വേറെയും ചില ഇലാഹുകളുണ്ട്. രണ്ട് വ്യാഖ്യാനം ആയത്തിന് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വയദറക വആലിഹതക, ഒന്ന് താങ്കളെയും അതുപോലെ തന്നെ ഫിർഔനിന്റെ പുറമെ ഫിർഔനിന്റെ അനുമതിയോടുകൂടി ആ നാട്ടിലുള്ള ജനങ്ങൾ വേറെയും ചില ദൈവങ്ങളെ ആരാധിച്ചു പോന്നിരുന്നു. അതിൽപ്പെട്ടതാണ് സൂര്യനെ അവർ ആരാധിച്ചിരുന്നു. സൂര്യനെ അവർ ദൈവമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അതുപോലെ തന്നെ പശുക്കളെ ആരാധിക്കുന്ന സമ്പ്രദായവും ഈജിപ്തിലെ ഫറോവയുടെ ജനതക്കുണ്ടായിരുന്ന സംസ്കാരമാണ്. ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ വേണ്ടെന്നാണ് മൂസ പറയുന്നത്. അതുകൊണ്ട് നിന്നെ ആരാധിക്കുന്നതിൽ നിന്നും നീ ഞങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ടുള്ള ചില കീഴ് ദൈവങ്ങളുണ്ട്. നീ വലിയ ദൈവമാണെങ്കിലും നിന്നേക്കാൾ വലിയ ദൈവങ്ങൾ വേറെയില്ല. എന്നാൽ നീ അനുവദിച്ച് തന്നിട്ടുള്ള ചില ദൈവങ്ങളെയും ഒക്കെ ഒഴിവാക്കാനാണല്ലോ മൂസ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വ്യാഖ്യാനം പറയപ്പെട്ടത്, നിന്നെയും താങ്കളെയും അതുപോലെ തന്നെ താങ്കളെ ആരാധിക്കുന്ന സ്വഭാവത്തെയും ഒഴിവാക്കണമെന്ന് പറയുന്ന ഈ മൂസയെയും അവന്റെ അണികളെയും ഈജിപ്തിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ വിട്ടുകളയുകയാണോ? ഫിർഔനോട് ചോദിക്കാണ്, അവന്റെ അനുയായി വൃന്ദം ചോദിക്കാണ്, കുഴപ്പമുണ്ടാക്കാൻ ഇളക്കി വിടുകയാണ്. അല്ലെങ്കിലേ ധിക്കാരിയാണ്, ആ ധിക്കാരിയെ ഒന്നുകൂടി ഇളക്കി വിടുകയാണ് അണികൾ. വിടരുത് മൂസയെ, വിടരുതവന്റെ അനുയായികളെ. കാരണം അവർക്ക് സത്യം ബോധ്യായി തുടങ്ങി. സാഹിറുകൾ, ലോകത്ത് ഏറ്റവും അറിയപ്പെട്ട ആ രാജ്യത്തുള്ള വമ്പിച്ച മജീഷ്യന്മാര് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രകടനത്തിന്റെ മുമ്പിൽ അവർ അടിയറവ് പറഞ്ഞു മുസ്ലിമീങ്ങളായത് കണ്ടപ്പോ, ഇനി ഈ രൂപത്തിൽ പോയാൽ ഈജിപ്ത് മുഴുവനും ഇവരുടെ അംഗസംഖ്യ വർദ്ധിക്കുമെന്ന് മനസ്സിലാക്കിയ പ്രമാണികൾ അവരുടെ ആനുകൂല്യം നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയപ്പോ അവർ രാജാവിനെ, അതല്ലെങ്കിൽ ധിക്കാരിയായ ഫറോവയെ പിന്നെയും ഇളക്കി വിട്ടതാണ് നമ്മൾ ഈ കേട്ടത്. അതിന് ഫിറൗൻ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഞാനൊരു തീരുമാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പണ്ടേ അവിടെ ഒരു തീരുമാനമുണ്ട്, ജനിക്കുന്ന ആൺകുട്ടികളെയൊക്കെ അറുകൊല നടത്തണമെന്ന തീരുമാനം. അതൊന്നുകൂടി പുനഃപ്രഖ്യാപിക്കുകയാണ് ഫറോവ. അവിടെ വെച്ച് മൂസ നബി അലൈഹിസ്സലാം ജനിക്കുന്ന നാളിന് മുമ്പേ ഈ പ്രഖ്യാപനമുണ്ട്. എന്നിട്ടാണല്ലോ മൂസ അലൈഹിസ്സലാമിനെ ഗർഭം ധരിച്ച ഉമ്മ പെട്ടിയിലാക്കിക്കൊണ്ട് നൈൽ നദിയിൽ ഒഴുക്കേണ്ടി വന്നത്. ആ തീരുമാനം ഒന്നും കൂടെ പൊടി തട്ടി കൃത്യമായിട്ട് പ്രഖ്യാപിക്കാൻ ഈ അവസരം ഫറോവ ഉപയോഗപ്പെടുത്തുകയാണ്. അവൻ പറഞ്ഞു, ഖാല സനുഖത്തിലു അബ്നാഅഹും വനസ്തഹീ നിസാഅഹും വഇന്നാ ഫൗഖഹും ഖാഹിറൂൻ. സനുഖത്തിലു അബ്നാഅഹും, അവരുടെ ആൺകുട്ടികളെയൊക്കെ നമ്മൾ അറുകൊല നടത്തുക തന്നെ ചെയ്യും. ആ നിയമം മാറിയിട്ടൊന്നുമില്ല. വനസ്തഹീ നിസാഅഹും, അവരുടെ സ്ത്രീകളെ നമ്മൾ ജീവിക്കാൻ വിടും. അപ്പൊ പിന്നെ ആണുങ്ങളല്ലേ അധികാരത്തിൽ വരിക, അതുകൊണ്ട് ആണുങ്ങളെയൊക്കെ അറുകൊല ചെയ്യും. പിന്നെ അവരുടെ ഈ പ്രസ്ഥാനമൊന്നും ഇവിടെ വളരൂല. പിന്നുള്ളത് ദുർബലരായ സ്ത്രീകളല്ലേ, അവർക്ക് ചോദിക്കാനും പറയാനൊന്നും ആണുങ്ങളില്ല. അവരെ നമുക്ക് ദാസികളായി അടിമകളാക്കി ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. ഇതൊക്കെയാണ് അവന്റെ തീരുമാനം. മാത്രമല്ല, ഇതുവരെ ഉണ്ടായതിനേക്കാൾ അപ്പുറം അവർക്ക് മീതെ നാം അധികാരം നടപ്പിലാക്കുക തന്നെ ചെയ്യും.
അവരുടെ മേൽ കൃത്യമായി വലിയ ആചാധിപത്യം ഞാൻ നടപ്പിൽ വരുത്തുക തന്നെ ചെയ്യും എന്ന് ഫിർഔൻ അവനെ പ്രത്യേകമായി ഇളക്കിവിടാൻ വേണ്ടി ശ്രമിച്ച അനുയായികളെ, പ്രധാനികളെ, പ്രമാണികളെ അവൻ സമാശ്വസിപ്പിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വളരെ കൃത്യമായി അള്ളാഹുവിന്റെ ദീന് അതിൽ ഒരു നിലക്കുമുള്ള വെള്ളം ചേർക്കലില്ലാതെ കൃത്യമായ ഒരു സമൂഹത്തിൽ അവതരിപ്പിച്ചു എന്ന ഒരൊറ്റ കുറ്റം ചെയ്തതിന്റെ പേരിലാണ് ഫറോവ ഈ പീഡനങ്ങളൊക്കെ അഴിച്ചുവിടുന്നത്. മാത്രമല്ല ഫിറഔനിന് മനസ്സിലായി ആദർശം കൊണ്ട് നേരിടാൻ ഇനി കഴിയൂല, അതുകൊണ്ട് മൂസയെ കൊന്നുകളയണം. മൂസാ അലൈഹിസ്സലാമിനെ നശിപ്പിക്കുകയേ നിവൃത്തിയുള്ളൂ. ഫിറഔനിന് വരെ പേടിയായി. എന്ത്? മൂസാ അലൈഹിസ്സലാം ഇവിടെ ആകെ വിപ്ലവം ഉണ്ടാക്കും, ഇവിടെ വമ്പിച്ച മാറ്റങ്ങൾ ഉണ്ടാക്കും ഈജിപ്തിലെന്ന് ഫറോവക്ക് വരെ പേടിയുണ്ടായിരുന്നു. ജനങ്ങൾക്ക് മാത്രമല്ല പേടി, ഫിറഔനിന്റെ മനസ്സിൽ തന്നെയും ആ ഭീതിയുണ്ട്. അതുകൊണ്ട് അവൻ പറഞ്ഞത് സൂറത്തു ഗാഫിറിലെ 26-ാമത്തെ ആയത്തിൽ നമുക്ക് വായിക്കാം. وقال فرعون ذروني أقتل موسى وليدع ربه إني أخاف أن يبدل دينكم أو أن يظهر في الأرض الفساد. وقال فرعون فرعون പറഞ്ഞു ذروني നിങ്ങൾ എന്നെ വിട്ടേക്ക്, അഖ്തുൽ മൂസ മൂസയെ ഞാൻ കൊന്നുകളയുക തന്നെ ചെയ്യും. മൂസയെ ഞാൻ കൊല്ലാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്നോട് ഇനി മൂസയെ വെറുതെ വിടാനൊന്നും പറയണ്ട, അതുകൊണ്ട് ഞാൻ മൂസയെ കൊല്ലുക തന്നെ ചെയ്യും. വൽയദു റബ്ബഹു, അവന്റെ റബ്ബിനോട് അവനൊന്ന് തേടട്ടെ, റബ്ബിനോട് അവൻ ദുആ ചെയ്ത് അങ്ങനെ ഇരിക്കട്ടെ, ഞാൻ അവനെ കൊല്ലും. അവന് കഴിയുമെങ്കിൽ അവൻ ദുആയും കൊണ്ട് മുന്നോട്ട് പോകട്ടെ. ഇന്നി അഖാഫു, കണ്ടോ ഫിറഔൻ പറയുകയാണ്, ഇന്നി അഖാഫു, നിശ്ചയം ഞാൻ ഭയപ്പെടുന്നുണ്ട്, അയ്യുബദ്ദില ദീനക്കും, നിങ്ങളുടെ ദീൻ അവൻ ബദലാക്കും, നിങ്ങളുടെ ദീൻ അവൻ മാറ്റിമറിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. നിങ്ങളുടെ ദീനിൽ അവൻ വമ്പിച്ച മാറ്റം ഉണ്ടാക്കും. അതാ ഫിറഔന്റെ പേടി. മതം ഇവിടെ വളർന്നു കഴിഞ്ഞാൽ, ദീൻ ഇവിടെ വളർന്നു കഴിഞ്ഞാൽ ഇവന്റെ കാര്യങ്ങൾ ഇവിടെ നടക്കുകയില്ല. അതുകൊണ്ട് ജനങ്ങളൊക്കെ ദീനിയായിട്ട് വളരാൻ പറ്റൂല. അവരുടെ ദീന് നടപ്പിലാക്കി നമ്മുടെ ദീനിനെ ഇവിടെ നിന്നവർ കുഴിച്ചു മൂടും. ഔ അയ്യുളഹിറ ഫിൽ അർദിൽ ഫസാദ്, അല്ലെങ്കിൽ അവൻ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും പ്രകടമായ നിലക്ക്. കണ്ടോ എന്തൊരു വിരോധാഭാസമായി പറയുന്നത്. രാജ്യത്തൊട്ടാകെ കുഴപ്പമുണ്ടാക്കുന്ന ഫിറഔനാണ് വലിയ ചാരിത്ര്യ പ്രസംഗം നടത്തുന്നത്. എന്ത്? മൂസയെ കൊല്ലണം, അല്ലെ മൂസ ഇവിടെ കുഴപ്പമുണ്ടാക്കുകയാണ്. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം കുഴപ്പമുണ്ടാക്കുകയാണെന്ന് പറയുന്നതാരാ? ഏറ്റവും വലിയ ധിക്കാരിയും കുഴപ്പക്കാരനുമായ ഫറോവ. ഇത് ഏത് കാലഘട്ടത്തിലുമുള്ള ഒരു സമൂഹത്തിന്റെ നയമാണ്, ഒരു പ്രഖ്യാപിത നയമാണ് സഹോദരങ്ങളെ. ഏറ്റവും വലിയ ധിക്കാരികൾ നല്ലവരായി ചമയും, നല്ലവരായ ആളുകൾ ഇവിടെ വളരെ വൃത്തികെട്ടവരായി മുദ്രകുത്തപ്പെടും. ഇത് ലോകത്തിന്റെ ചരിത്രമാണ്. ഇന്നിന്റെ സംഭവ വികാസങ്ങൾ കേട്ട് ആരും ഞെട്ടൊന്നും വേണ്ട. ലോകത്ത് നന്മ പ്രചരിപ്പിക്കുന്ന ആളുകളെയൊക്കെ ഭീകരവാദികളും തീവ്രവാദികളും സമൂഹത്തിലെ കുഴപ്പക്കാരുമായി ചിത്രീകരിക്കുന്ന എത്രയോ ആളുകൾ, അവരല്ലേ ലോകത്ത് ഏറ്റവും വലിയ ഭീകരവാദം വിതക്കുന്നത്. എന്നിട്ട് ആ ഭീകരവാദികൾ അവര് നല്ലവരായി ചമയുകയും അള്ളാഹുവിന്റെ ദീനിനെ സമാധാനത്തോടെ രാജ്യത്തുള്ള ജനങ്ങൾക്ക് മുമ്പിൽ പ്രചരിപ്പിക്കുന്ന സമൂഹങ്ങളെ നോക്കിയിട്ട് ഇവരെ നശിപ്പിക്കണം, ഇവരെ അടക്കി വെക്കണം, ഇവർ രാജ്യദ്രോഹികളാണെന്ന് പറയുകയും ചെയ്യുന്ന ഈ സ്വഭാവം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. സംവത്സരങ്ങൾക്ക് മുമ്പേ എന്നും ശത്രുക്കൾ എടുത്തു പയറ്റുന്ന ഒരു ആയുധമാണത്. അതുകൊണ്ട് എന്താ നമുക്ക് ചെയ്യേണ്ടത്? നമ്മൾ പേടിക്കൊന്നും വേണ്ട. ആകെ നശിച്ചുപോയല്ലോ, ഇനി സമുദായം ആകെ കുഴിച്ചുമൂടുമല്ലോ എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ ഫറോവ പറഞ്ഞു, ഞാൻ കൊന്നുകളയും, ഇവനെയും അവന്റെ ആദർശത്തെയും ഞാൻ കുഴിച്ചു മൂടും എന്ന് പറഞ്ഞു. ജനങ്ങളാകെ ഭീരുജനകമായ ഒരവസ്ഥയിലേക്ക് എത്തി. എന്നൊരവസ്ഥ വന്നപ്പോ മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങൾ കേൾക്കെ തേടുകയാണ്. വഖാല മൂസാ ഇന്നി ഉദ്തു ബിറബ്ബി വറബ്ബിക്കും മിൻ കുല്ലി മുതകബ്ബിരിൻ ലാ യുഅ്മിനു ബിയൗമിൽ ഹിസാബ്. മൂസ നബി അലൈഹിസ്സലാമിനെ ഏറ്റവും വലിയ രൂപത്തിലുള്ള വധഭീഷണിയാണ് കിട്ടിയിരിക്കുന്നത്. കൊന്നുകളയും, നിന്നെ നശിപ്പിക്കും, നിന്റെ പ്രസ്ഥാനത്തെ, നിന്റെ ആളുകളെ ഇവിടെ ജീവിക്കാൻ വിടൂല എന്നുള്ള കൃത്യമായ നിലക്കുള്ള ഭീഷണിയും
ആ നിലക്കുള്ള അധികാരികളുടെ ഭാഗത്ത് നിന്ന് അവരാണ് ഏറ്റവും വലിയ ഭീകരവാദികൾ. ആ ഭീകരവാദികൾ നല്ലവരായി ചമഞ്ഞ് സമാധാനത്തോടെ പ്രബോധനം നടത്തുന്ന മഹാനായ മൂസാ അലൈഹിസ്സലാമിനെയും അണികളെയും ഭീകരവാദികളും നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നവരുമായി ചിത്രീകരിക്കപ്പെട്ടപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്താണോ ചെയ്തത് അതാണ് ഇന്നിന്റെ വർത്തമാനകാലത്തും മുസ്ലിമീങ്ങളെ നമ്മളും ചെയ്യേണ്ടത്. ഈ ഭീഷണി കേട്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാം രംഗത്ത് നിന്ന് ഓടി ഒളിച്ച് പിന്മാറിയോ? ഇല്ല. മഹാനവറുകൾ എന്ത് ചെയ്തു? അള്ളാഹനെ തവക്കുലാക്കി അള്ളാഹിനോട് പറഞ്ഞു. وقال موسى عليه الصلاة والسلام دعاء ചെയ്തു. إني عذت بربي وربكم, എന്റെ റബ്ബിനോട് ഞാനിതാ അഭയം തേടുന്നു. വറബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിനോടും എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ റബ്ബായ അല്ലാഹുവിനോട് ഞാൻ അഭയം ചോദിക്കുന്നു. മിൻ കുല്ലി മുതകബ്ബിരിൻ ലാ യുഅ്മിനു ബിയൗമിൽ ഹിസാബ്, പരലോക നാളിനെ കുറിച്ച് വിശ്വാസമില്ലാത്ത സർവ അഹങ്കാരികളുടെ ഷർറിൽ നിന്നും എല്ലാ ധിക്കാരികളുടെയും എല്ലാ സ്വേച്ഛാധിപതികളുടെയും ഷർറിൽ നിന്ന് ഞാനിതാ എന്റെയും നിങ്ങളുടെയും റബ്ബായ അല്ലാഹുവിൽ ഞാൻ ശരണം തേടുന്നു. മൂസാ നബി അലൈഹിസ്സലാം അഭയം തേടി കാണിച്ചു തരുകയാണ്. ലോകത്തിന് മാതൃകയാണ്. മുസ്ലിമീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാം ചോദ്യം ചെയ്യപ്പെടുമ്പോ സമാധാന പ്രേമികളായ മുസ്ലിമീങ്ങളെ ഭീകരവാദികളായി ചിത്രീകരിച്ച് ആടിനെ പട്ടി എന്ന് വിളിച്ച് ആ പട്ടിക്ക് പേയിളകി എന്ന് പ്രചരിപ്പിച്ച് അതിന് പേപ്പട്ടിയാണ്, അതുകൊണ്ട് അതിനെ തല്ലിക്കൊന്നാലേ ഇവിടെ സ്വൈരജീവിതം ജനങ്ങൾക്ക് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ് വടിയുമെടുത്ത് പിന്നാലെ കൊടുമ്പോ എന്ത് ചെയ്യണം മുസ്ലിമീങ്ങളെ എന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെ ഭീകരവാദിയും നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നയാളുമായി ചിത്രീകരിച്ച് അധികാരത്തിന്റെ വർഗം പിന്നാലെ കൂടിയപ്പോ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം രക്ഷ തേടിയ അതേ റബ്ബ് ഇന്നും എന്റെയും നിങ്ങളുടെയും റബ്ബാണ്. ആ റബ്ബിനോടാ പറഞ്ഞത്, ഇന്നി ഉഅ്തുതു ബിറബ്ബി വറബ്ബിക്കും മിൻ കുല്ലി മുതകബ്ബിരിൻ ലാ യുഅ്മിനു ബിയൗമിൽ ഹിസാബ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ഖാഫ ഖൗമൻ, ഒരു ജനതയെ അവരുടെ ശർറിൽ നിന്ന് ഭയപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് അവിടുന്ന് ചെയ്തിരുന്നത്? അല്ലാഹുമ്മ ഇന്നാ നജഅലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം. മുസ്ലിം സമുദായം ഏതവസരത്തിലും ആരെ ഭയപ്പെടുമ്പോഴും അവന്റെ മനസ്സ് എപ്പോഴും റബ്ബിലേക്കാണ് തിരിയുന്നത്. എല്ലാ ശക്തികളുടെയും മീതയുള്ള ഖഹാറായ വാഹിദും ഖഹാറുമായ അല്ലാഹു ഏതൊക്കെ ആരൊക്കെ ലോകത്തുണ്ടെങ്കിലും എല്ലാത്തിന്റെയും മീതയുള്ള ഖഹാറായ വാഹിദായ സമദായ ആ റബ്ബിനോടാ പറയുന്നത്, അല്ലാഹുവേ ഇന്നാ നജഅലുക ഫീ നുഹൂരിഹിം, ഞങ്ങളെ ആക്രമിക്കാനും ഞങ്ങളെ നശിപ്പിക്കാനും ഞങ്ങളെ പിഴുതെറിയാനും വരുന്ന ശത്രുക്കളുടെ നെഞ്ചിന്റെ മുമ്പിൽ ഞങ്ങൾ നിന്നെ നിർത്തുന്നു അല്ലാ. ഞങ്ങൾ നിന്നെയാണ് അവർക്കിടയിൽ നിർത്തുന്നത്. വനഊദു ബിക മിൻ ശുറൂരിഹിം, അവരെന്തൊക്കെ ശർറ് ഞങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടോ, എന്തൊക്കെ ആപത്തുകൾ ഞങ്ങൾക്ക് വരുത്തി വെക്കാൻ അവർ പ്ലാൻ കൂട്ടുന്നുണ്ടോ, എന്തൊക്കെ ഗൂഢമായ പദ്ധതികൾ അവർ ആവിഷ്കരിക്കുന്നുണ്ടോ, അതൊക്കെ നീയല്ലേ അറിയുന്നവൻ. അവയിൽ നിന്ന് മുഴുവനും ഞങ്ങൾ നിന്നോട് ശരണം തേടുന്നു അല്ലാ, അഭയം ചോദിക്കുന്നു അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ജനതയുടെ ശർറ് ഭയപ്പെട്ട് കഴിഞ്ഞാൽ അവിടുന്ന് ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നുവെന്ന് ഹദീസുകളിൽ നമ്മൾ വായിക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മാതൃകയും അത് തന്നെ. മഹാനായ മൂസാ അലൈഹിസ്സലാം റബ്ബിനോട് തേടുകയാണ്. അതുപോലെ തന്നെ ആ ജനതയോടും മഹാനവറുകൾ പറഞ്ഞു, ഞാൻ ഒറ്റക്ക് തേടിയാൽ പോരാ. ഖാല മൂസാ ലിഖൗമിഹി ഇസ്തഈനൂ ബില്ലാഹി വസ്ബിറൂ. وقال موسى لقومه استعينوا بالله واصبروا.
നമ്മൾ പഠിച്ചു വെക്കണം, മറന്നു പോകരുത്. ഖാല മൂസാ ലിഖൗമിഹി ഇസ്തഈനൂ ബില്ലാഹി വസ്ബിറൂ ഇന്നൽ അർദ ലില്ലാഹി യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. മൂസാ നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞു, ഇസ്തഈനൂ ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടുവീൻ. കൊന്നുകളയും നശിപ്പിക്കുന്നൊക്കെ പറഞ്ഞപ്പോ മൂസാ നബി ജനങ്ങളോട് പറയാണ്, നേരെ എതിർക്ക്, ചെന്ന് ചോദിക്കവനോട്. അതല്ല പറഞ്ഞത്. പറഞ്ഞതെന്താ? റബ്ബിനോട് തേട്. ഏത് വലിയ ശക്തിയെയും, ഏത് വലിയ ശക്തിയുടെ ശക്തികളെയും തകർക്കാൻ കെൽപ്പുറ്റ നാഥനുണ്ട്. ആ റബ്ബിനോട് പറയൂ എന്റെ ജനങ്ങളെ. അദ്ദേഹം പറഞ്ഞു, ഖാല മൂസാ അലൈഹിസ്സലാം പറഞ്ഞു ലിഖൗമിഹി, തന്റെ ജനതയോട്, ഇസ്തഈനൂ ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടുവീൻ. വസ്ബിറൂ, ക്ഷമിക്കുവീൻ. എന്തു വന്നാലും ക്ഷമിച്ചോളൂ, എന്തു വന്നാലും സഹിച്ചോളൂ, ക്ഷമിച്ചോളൂ. റബ്ബുണ്ട് നമുക്ക്, റബ്ബിനോട് സഹായം തേടിക്കോളൂ. ഇന്നൽ അർദ ലില്ലാഹ്, ഭൂമി എന്ന് പറയുന്നത്, ഈ പ്രദേശം, ഈ ഭൂമി എന്ന് പറയുന്നത് അതൊരാൾക്കും എക്കാലത്തും തീരെഴുതി കൊടുത്ത കുത്തകയൊന്നുമല്ല. ഇന്നൽ അർദ ലില്ലാഹ്, ഭൂമി അല്ലാഹുവിൻ്റെതാണ്. യൂരിസുഹാ, അതവൻ അനന്തരമായി കൊടുക്കും. മയ്യശാഉ മിൻ ഇബാദിഹി, അവന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അനന്തരമായി കൊടുക്കും. അതുകൊണ്ട് ക്ഷമയോടെ പിടിച്ചു നിൽക്ക്, അള്ളാന്റെ ദീന് പ്രബോധനം നടത്ത്, അള്ളാഹിനോട് സഹായം തേട്. മൂസാ നബി പീഡിതരായ ജനതയെ ആശ്വസിപ്പിച്ച് അതങ്ങനെയാണ്. നിങ്ങൾ പേടിക്കണ്ട, റബ്ബുണ്ട് നമുക്ക്. ആ റബ്ബ് ഒരു വഴി കാണിക്കും. ആ റബ്ബ് അവന്റെ ഭൂമിയാണ്. എന്നും ഇവന്റെ അധികാരമൊന്നും ഈ ഭൂമിയിൽ നിലനിൽക്കൂല. അതവൻ വിശ്വാസികൾക്ക്, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ കൈമാറും. വൽആഖിബത്തു ലിൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്കാണ് ഏറ്റവും വലിയ അനന്തരഫലം എന്ന്. തഖ്വയോടെ ജീവിച്ചോളൂ, തഖ്വയുള്ളവർക്കാണ് അല്ല ആഖിബത്തെന്ന് മഹാനവറുകൾ തന്റെ ജനതയ്ക്ക് ആവേശം പകർന്നു കൊടുക്കുകയാണ്. അങ്ങനെ സബറോടുകൂടി, തഖ്വയോടുകൂടി, അള്ളാഹുവിനോടുള്ള ഇസ്തിആനത്ത് എപ്പോഴും നിലനിർത്തിക്കൊണ്ട് ജീവിച്ച് മുന്നേറാൻ മൂസാ നബി അലൈഹിസ്സലാം അണികൾക്ക് ആവേശം കൊടുക്കുകയാണ്. ആ ജനത മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് സങ്കടം പറയാണ്. അല്ലയോ മൂസാ, ഖാലൂ ഊദീനാ മിൻ ഖബ്ലി അൻ تأتينا ومن بعد ما جئتنا قال عسى ربكم أن يهلك عدوكم ويستخلفكم في الأرض فينظر كيف تعملون. قالوا, ആ ജനത മൂസാ നബി അലൈഹിസ്സലാമിനോട് വന്നിട്ട് സങ്കടം പറയാണ്. ഊദീനാ മിൻ ഖബ്ലി അൻ തഅതിയനാ, മൂസാ, താങ്കൾ ഞങ്ങളുടെ അടുക്കലേക്ക് വരുന്നതിന്റെ മുമ്പും ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു. വമിൻ ബഅദി മാ ജിഅതനാ, താങ്കൾ ഞങ്ങളിലേക്ക് വന്നതിന്റെ ശേഷവും പീഡനം തുടരുകയാണല്ലോ. നിങ്ങളില്ലാത്ത കാലത്തും ഞങ്ങൾ പീഡിതരാണ്, ഇപ്പൊ നിങ്ങൾ ഉള്ളപ്പോഴും ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുകയാണല്ലോ. ഇതിനൊരു മാറ്റമുണ്ടാകില്ലേ? ഞങ്ങൾ എന്ത് ചെയ്യണം? മൂസാ നബി അലൈഹിസ്സലാം ജനങ്ങളെ സമാശ്വസിപ്പിക്കുന്നു. അസാ റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ് ആയേക്കാം, അയ്യുഹ്ലിക അദുവക്കും, നിങ്ങളുടെ ശത്രുവിനെ നശിപ്പിച്ചേക്കാം. നിങ്ങൾ സമാധാനപ്പെടൂ, ക്ഷമയോടെ മുന്നേറൂ. റബ്ബവനെ നശിപ്പിച്ചേക്കും. വയസ്തഖ്ലിഫക്കും ഫിൽ അർളി, ഭൂമിയിൽ നിങ്ങളെ അവൻ പിൻഗാമികളാക്കി മാറ്റിയേക്കും. ഫയൻളുറ കൈഫ തഅമലൂൻ, എന്നിട്ട് നിങ്ങൾ എന്തൊക്കെയാ പ്രവർത്തിക്കുന്നതെന്ന് അവൻ നോക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ ബാധ്യത കൂടുകയാണ്. നിങ്ങൾ നന്നായി ജീവിച്ചോളൂ, നിങ്ങൾ നല്ലവരായി സബറോടെ തഖ്വയോടെ ജീവിച്ചോളൂ. ശത്രുക്കളൊന്നും എന്നും ശത്രുക്കളായി കൊള്ളണമെന്നില്ല. റബ്ബ് അവരെ നശിപ്പിച്ചേക്കും, പകരം നിങ്ങളെ കൊണ്ടുവന്നേക്കും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് റബ്ബ് നോക്കും, നിരീക്ഷിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ബാധ്യതകളിൽ നിന്ന് ഒളിച്ചോടരുത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്ത് അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊള്ളൂ എന്ന് മഹാനായ മൂസാ അലൈഹിസ്സലാം മഹാനവറുകൾ പിന്നെയും ഉപദേശിക്കുകയാണ് ജനങ്ങളോട്. പേടിച്ചൽപ്പം മനസ്സ് പതറിപ്പോയപ്പോ ആ ജനതയെ വിളിച്ചുകൊണ്ട് പറയുന്നത് കേട്ടോ, ഇതൊക്കെ നമ്മോടുമാണ് സുഹൃത്തുക്കളെ.
പേടിപ്പെടുമ്പോ ഇതാ തകർന്നു പോയി, എല്ലാം പോയി, എല്ലാം നശിച്ചു എന്നൊക്കെ തോന്നുമ്പോ എന്താ മനസ്സിൽ വരേണ്ടത്? നേതാവ് കൊടുക്കുന്ന ഉപദേശം നോക്കൂ. വഖാല മൂസ യാ ഖൗം ഇൻ കുൻതും ആമൻതും ബില്ലാഹി ഫഅലൈഹി തവക്കലൂ ഇൻ കുൻതും മുസ്ലിമീൻ. മൂസ നബി അലൈഹിസ്സലാം തന്റെ ജനതയെ വിളിച്ചുകൊണ്ട് ഉപദേശിക്കുകയാണ്. യാ ഖൗമി, എന്റെ ജനങ്ങളെ, ഇൻ കുൻതും ആമൻതും ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പേടിക്കരുത്. നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പതറിപ്പോകരുത്. ഈമാൻ നിങ്ങൾക്കുണ്ടോ എങ്കിൽ ആ ഈമാനിന്റെ ഗുണം നിങ്ങളിൽ കാണണം. അതെന്താ? ഫഅലൈഹി തവക്കലൂ, നിങ്ങൾ അവന്റെ മേൽ ഭരമേൽപ്പിക്കൂ. നിങ്ങൾ അവന്റെ മേൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തവക്കുലാക്കൂ. ഇൻ കുൻതും മുസ്ലിമീൻ, നിങ്ങൾ അല്ലാഹുവിന് പരിപൂർണമായി എല്ലാം സമർപ്പിക്കാൻ സന്നദ്ധരായ മുസ്ലിമീങ്ങളാണെങ്കിൽ, എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് പതറിപ്പോകരുത്. എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് എല്ലാ രംഗവും വിട്ടേച്ചുകൊണ്ട് പേടിച്ചു പോകരുത്. നിങ്ങൾ മുസ്ലിമീങ്ങളാണോ? നിങ്ങൾ മുഅ്മിനീങ്ങളാണോ? റബ്ബിൽ തവക്കുലാക്കൂ എന്റെ ജനങ്ങളെ. അത് കേട്ട ജനങ്ങൾ എന്താ? അനുസരണയോടെ നേതാവ് പറഞ്ഞ കാര്യം നടപ്പിലാക്കിക്കൊണ്ട് അവിടെ വെച്ചുകൊണ്ട് തന്നെ അവര് ദുആ ആരംഭിക്കുകയാണ്. ഫഖാലൂ അലല്ലാഹി തവക്കൽനാ റബ്ബനാ ലാ തജഅൽനാ ഫിത്നതൽ ലില്ലദീന കഫറൂ لا تجعلنا فتنة للقوم الظالمين ونجنا برحمتك من القوم الكافرين. സൂറത്ത് യൂനുസിൽ അല്ലാഹു വിശദമായി പറയണം. മൂസ നബി അലൈഹിസ്സലാമിന്റെ ആ സമൂഹത്തിന് പേടി തോന്നിയപ്പോ മൂസാ നബി എന്ന നേതാവ് ജനങ്ങളോട് ആശ്വസിപ്പിക്കുകയാണ്. മൂസ അലൈഹിസ്സലാം പറഞ്ഞു, യാ ഖൗമി, എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിൽ തവക്കുലാക്കൂ. നിങ്ങൾ മുസ്ലിമീങ്ങളാണോ മുഅ്മിനീങ്ങളാണോ പേടിക്കരുത്, തവക്കുലാക്കി മുന്നേറൂ. ആ സമയത്ത് തന്നെ അനുസരണയുള്ള അനുയായികൾ പറഞ്ഞു. ഫഖാലു, അവര് പറയാൻ തുടങ്ങി, അവര് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അലല്ലാഹി തവക്കൽനാ, ഞങ്ങൾ അല്ലാഹുവിന്റെ മേൽ മാത്രം ഞങ്ങൾ തവക്കുലാക്കിയിരിക്കുന്നു. ആകയാൽ റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ലാ തജഅൽനാ, നീ ഞങ്ങളെ ആക്കല്ലേ, ഫിത്നതൽ ലിൽ ഖൗമിൽ ളാലിമീൻ, അക്രമം കാണിക്കുന്ന ജനതകൾക്കിട്ട് പതത്താനുള്ള ഒരു പന്ത്, ആ ജനതക്ക് എന്തും ചെയ്യാൻ പറ്റാവുന്ന ഒരു വിഭാഗമാക്കി, തോന്നിയതൊക്കെ ഞങ്ങളിൽ ചെയ്യാനും ഫിത്ന ചെയ്യാനുമുള്ള ഒരു ഇടമാക്കി നീ ഞങ്ങളെ മാറ്റല്ലേ. റബ്ബനാ ലാ തജഅൽനാ ഫിത്നതൽ ലിൽ ഖൗമിൽ ളാലിമീൻ. എപ്പോഴും പ്രാർത്ഥിച്ചോളണം എന്റെ പ്രിയപ്പെട്ടവരെ. ഈ ദുആ മനസ്സറിഞ്ഞുകൊണ്ട് എപ്പോഴും പറഞ്ഞോളണം. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ലാ തജഅൽനാ, നീ ഞങ്ങളെ ആക്കല്ലേ, ഫിത്നതൻ, ഫിത്ന ചെയ്യാനുള്ള ഇടമാക്കല്ലേ, ലിൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ജനതക്ക് ഞങ്ങളിൽ അവർ വിചാരിക്കുന്നത് എന്തും നടപ്പിലാക്കാൻ കഴിയാവുന്ന നിലക്ക് ഞങ്ങളിൽ ഫിത്നയുണ്ടാക്കാൻ ശത്രുക്കൾക്ക് കഴിയാവുന്ന നിലക്ക് ഞങ്ങളെ ഒരു പരീക്ഷണത്തിനുള്ള ഫിത്നക്കുള്ള ഇടമാക്കി കൊടുക്കല്ലേ. വനജ്ജിനാ, വനജ്ജിനാ, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ, ബിറഹ്മതിക, നിന്റെ കാരുണ്യം മുഖേന, നിന്റെ ഔദാര്യം മുഖേന, നിന്റെ റഹ്മത്ത് മുഖേന നീ ഞങ്ങളെ രക്ഷിക്കണേ. മിനൽ ഖൗമിൽ കാഫിരീൻ, സത്യനിഷേധികളായ ജനതയിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തേണമേ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനത മൂസാ അലൈഹിസ്സലാമിന്റെ ഉപദേശം കേട്ടപാടെ അവര് ദുആ ചെയ്ത ദുആയായി കൊണ്ട് വിശുദ്ധ ഖുർആൻ പറയാണ്. മറന്നുപോകരുത്. റബ്ബനാ ലാ തജഅൽനാ ഫിത്നതൽ ലിൽ ഖൗമിൽ ളാലിമീൻ വനജ്ജിനാ ബിറഹ്മതിക മിനൽ ഖൗമിൽ കാഫിരീൻ. നമുക്ക് അല്ലാഹുവോടാ പറയാനുള്ളത്. ഏത് പ്രതിസന്ധിയിലും റബ്ബിനോട് ഇത് പറയണം. ഇത് റബ്ബിനോട് പറയണം, അല്ലാതെ വേറെതിന് നിവൃത്തിയൊന്നുമില്ല. അവിടെ കയ്യേറും, ഇവിടെ നശിപ്പിക്കും, ഇവിടെ തകർത്ത് കളയും എന്നൊക്കെ പറയുമ്പോ ഏത് തകർക്കാൻ വരുന്ന ശക്തിയെയും നേരിടാൻ കൽപ്പുറ്റ രാജാതിരാജനായ റബ്ബാണ്, പ്രപഞ്ചത്തിന്റെ നാഥനായിട്ട് നമ്മുടെ രക്ഷിതാവായിട്ട് എന്നുമുള്ളത്.
ആ റബ്ബിനോടാ പറയേണ്ടത്. റബ്ബനാ ലാ തജഅൽനാ ഫിത്നതൻ ലിൽ ഖൗമിൽ ളാലിമീൻ വനജ്ജിനാ ബിറഹ്മതിക മിനൽ ഖൗമിൽ കാഫിരീൻ. ആ ജനങ്ങൾ പ്രാർത്ഥിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ ഇസ്രായേലിയർ കുറെ വിശ്വസിച്ചുവെങ്കിലും ഖിബ്തികളായ ഫറോവയുടെ ആളുകളിൽ നിന്ന് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ വിശ്വസിച്ചിരുന്നുള്ളൂ. വളരെ കുറഞ്ഞ ആളുകൾ. ചില റിപ്പോർട്ട് അനുസരിച്ച് 3 ആളെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഒന്ന് ഈമാൻ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു വ്യക്തി, കുടുംബക്കാരനായ ഒരു വ്യക്തി, അദ്ദേഹത്തെ കുറിച്ച് ശേഷം വരുന്നുണ്ട്. മറ്റൊന്ന് മൂസാ നബി അലൈഹിസ്സലാമിനെ നാടുവിട്ടോളാൻ വേണ്ടി ഉപദേശിച്ച് മദീന, മദീനയുടെ അങ്ങേ പട്ടണത്തിന്റെ അങ്ങേ അറ്റത്തു നിന്ന് ഒരാൾ വന്നു എന്ന് പറഞ്ഞില്ലേ, അദ്ദേഹം. പിന്നെ 3-ാമത്തെ വ്യക്തിയായിട്ട് പറയപ്പെടുന്നത് ഫറോവയുടെ തന്നെ ഭാര്യയായ ആസിയ റളിയല്ലാഹു അൻഹയാണ്. അധിക ആളുകളൊന്നും ഖിബ്തികളിൽ നിന്ന്, കോപ്റ്റിക് വംശക്കാരിൽ നിന്ന് വിശ്വസിച്ചിട്ടില്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഫമാ ആമന ലിമൂസാ ഇല്ലാ ദുർരിയത്തും മിൻ ഖൗമിഹി അലാ ഖൗഫിൻ മിൻ ഫിർഔന വമലഇഹിം അൻ യഫ്തിനഹും വഇന്ന ഫിർഔന ലആലിം ഫിൽ അർളി വഇന്നഹു ലമിനൽ മുസ്രിഫീൻ. മൂസ നബിയിൽ അദ്ദേഹത്തിന്റെ ജനതയിൽപ്പെട്ട വളരെ ചുരുക്കം ചില ആളുകളല്ലാതെ വിശ്വസിച്ചില്ല. വിശ്വസിച്ചവര് പോലും എങ്ങനെ വിശ്വസിച്ചത്? അലാ ഖൗഫിൻ മിൻ ഫിർഔന വമലഇഹിം, ഫിർഔനിന്റെയും അവന്റെ പൗരപ്രമുഖരുടെയും അവന്റെ പ്രധാനികളുടെയും പ്രമാണികളുടെയും ശർറ് ഭയപ്പെട്ടിട്ട് പരസ്യമാക്കാൻ തയ്യാറില്ലാതെ ചിലരൊക്കെ ഉള്ളിലൊളിപ്പിച്ചു നടന്നു എന്നതല്ലാതെ അത്രക്ക് വലിയ ക്രൂരമായ പീഡനങ്ങളും മർദ്ദനങ്ങളുമാണ് അവർ രാജ്യത്തെ മുഴുവൻ അഴിച്ചുവിട്ടത്. ഭൂമിയിൽ വല്ലാതെ ഔന്നത്യം നടിക്കുന്ന ധിക്കാരിയായിരുന്നല്ലോ ഫറോവ. അവൻ വല്ലാതെ എല്ലാ രംഗത്തും അതിര് കവിഞ്ഞവനുമായിരുന്നു. അതുകൊണ്ട് തന്നെ വിശ്വസികളായ ആളുകളുടെ എണ്ണക്കാർ രാജ്യത്ത് കുറവായിരുന്നു. വളരെ കുറഞ്ഞ ആളുകൾ. അത്രയും പേടിച്ചിട്ട് ഫിറഔനിന്റെയും അവന്റെ പട്ടാളക്കാരുടെയും അക്രമങ്ങൾ ഭയന്നുകൊണ്ട് ചിലരൊക്കെ ഈമാൻ ഉള്ളിൽ ഒളിപ്പിച്ചു കൊണ്ട് നടന്നിരുന്നു. അങ്ങനെ അവസാനം ഫറോവക്ക് മനസ്സിലായി, ഇതിങ്ങനെ മുന്നോട്ട് പോകാൻ അണികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്, ഇനി കൊല്ലന്നെ പറ്റുള്ളൂ, കൊല്ലണം എന്ന തീരുമാനമായപ്പോ ഈമാൻ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന ഒരു വ്യക്തിയുടെ വികാരം ചടകുടഞ്ഞെഴുന്നേറ്റു. അവൻ ആ വ്യക്തിയാവട്ടെ ഫറോവയുടെ കുടുംബക്കാരനാണ്, ഫിർഔനിന്റെ പിതൃവ്യന്റെ പുത്രനാണെന്നാണ് പറയപ്പെടുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ആ മനുഷ്യൻ തന്റെ വിശ്വാസം ആ സമയത്ത് പ്രഖ്യാപിക്കാനൊന്നും നിന്നില്ല. എന്നാൽ ഒരു മധ്യസ്ഥന്റെ റോളിൽ നിന്ന് സംസാരിക്കുന്നത് പോലെ ഫിർഔൻ കൊല്ലാൻ വേണ്ടി തീരുമാനമെടുത്തു എന്ന് കണ്ടപ്പോൾ ഫിർഔനിന്റെയും മണികളുടെയും അടുത്ത് പോയിട്ട് ഈ വ്യക്തി വളരെ തന്മയത്വത്തോടുകൂടി ചില കാര്യങ്ങൾ ഉപദേശിക്കുന്നുണ്ട്. അയാൾ അപ്പം മുസ്ലിമാനൊന്നും പറഞ്ഞില്ല, ഉള്ളിൽ ഈമാൻ ഒളിപ്പിച്ചു വെച്ചയാള് എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് ഖുർആൻ തന്നെ പറയുന്നത്. وقال رجل مؤمن من آل فرعون يكتم إيمانه أتقتلون رجلا أن يقول ربي الله وقد جاءكم بالبينات من ربكم وإن يك كاذبا فعليه كذبه وإن يك صادقا يصبكم بعض الذي يعدكم إن الله لا يهدي من هو مسرف كذاب. وقال رجل, ഒരു പുരുഷൻ പറഞ്ഞു, ഒരാൾ പറഞ്ഞു, മുഅ്മിനും മിൻ ആലി ഫിർഔന, ഫിർഔനിന്റെ കുടുംബത്തിൽ നിന്ന് വിശ്വാസിയായ ഒരാൾ പറഞ്ഞു. അയാൾ വിശ്വാസം നാട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഫിർഔന്റെ കുടുംബക്കാരനാണ്. പക്ഷെ അയാൾ വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷേ ഈമാനഹു, അദ്ദേഹത്തിന്റെ ഈമാൻ മറച്ചു വെച്ചിരിക്കുകയാണ്, ഈമാൻ പരസ്യപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയുള്ള വ്യക്തി ഫിർഔൻ ഇവിടെ മൂസ നബിയെ കൊല്ലാൻ തീരുമാനിച്ചു എന്ന് വന്നപ്പോ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊല്ലാൻ പ്ലാനിട്ടു, തീരുമാനമെടുത്തു എന്ന് വന്നപ്പോ ഈ വ്യക്തി, ഈമാൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ വ്യക്തി ഫിർഔനിന്റെ സഭയിലേക്ക് കയറി ചെന്നുകൊണ്ട് പറയാണ്, അത്തഖ്തുലൂന റജുലാ, നിങ്ങളൊരാളെ കൊല്ലുകയാണോ?
നിങ്ങളൊരാളെ കൊല്ലുകയാണോ? എന്താ അയാൾ ചെയ്ത തെറ്റ്? അയ്യഖൂല റബ്ബി അല്ലാഹ്, എന്റെ രക്ഷിതാവ് അള്ളയാണെന്ന് പറഞ്ഞു എന്നവരെ കാരണത്താൽ, എന്റെ റബ്ബ് അള്ളയാണെന്ന് പറഞ്ഞു എന്നവരെ കാരണത്താൽ നിങ്ങളൊരാളെ കൊല്ലുകയാണോ? എന്റെ രക്ഷിതാവ് അള്ളയാണെന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഗുണമായി പറയാനുള്ളത് വഖദ് ജാഅകും ബിൽ ബയ്യിനാതി മിർ റബ്ബികും, നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്ന് വ്യക്തമായ തെളിവുകളുമായിട്ട് അദ്ദേഹം വന്നിട്ടുമുണ്ട്, നിങ്ങളൊക്കെ കണ്ടതുമാണ്. അദ്ദേഹത്തിന് അള്ളാഹുവിങ്കൽ നിന്ന് ലഭ്യമായിട്ടുള്ള കൃത്യമായ തെളിവുകളും ദൃഷ്ടാന്തങ്ങളും അത്ഭുതങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടവരുമാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ കൊന്നുകളയുകയാണോ? നിങ്ങൾ എന്തേ ചിന്തിക്കാത്തത്? തന്മയത്വത്തോടുകൂടി ഫറോവയുടെ സഭയിൽ ചെന്നിട്ട് ഈ വ്യക്തി പറയുകയാണ്, നിങ്ങൾ ആലോചിക്കണം, അയാള് പറയുന്നത് നുണയാണെങ്കിൽ ഫഅലൈഹി കദിബുഹു, ആ നുണയുടെ കുറ്റം അദ്ദേഹത്തിനല്ലേ കിട്ടുന്നത്. അദ്ദേഹം പറയുന്നത് നുണയാണെങ്കിൽ ആ നുണ കൊണ്ടുള്ള ആപത്തൊക്കെ അയാൾക്കല്ലേ വരാനിരിക്കുന്നത്. അതേ അവസരത്തിൽ നിങ്ങൾ ചിന്തിക്കണം, അയാള് പറയുന്നത് സത്യമായ വർത്തമാനമാണെങ്കിലോ യുസിബുക്കും ബഅദുല്ലദീ യഇദുക്കും, നിങ്ങളോട് അദ്ദേഹം പറയുന്ന നിങ്ങൾക്കിതാ ശിക്ഷ വരുന്നു എന്ന് പറയുന്ന ആ ശിക്ഷയിൽ ചിലർ നിങ്ങളെ ബാധിക്കില്ലേ? അയാള് കളവാ പറയുന്നതെങ്കിൽ ആ കളവും അയാളുമായിട്ട് പോയിക്കോട്ടെ, ആ കളവിന്റെ ആപത്ത് മുഴുവനും അയാൾക്കല്ലേ വരാനിരിക്കുന്നത്. ഇനി അതല്ല അയാൾ സത്യമാണ് പറയുന്നതെങ്കിലോ നിങ്ങൾ കുടുങ്ങിപ്പോകൂലേ? ജനങ്ങളെ, ഫറോവ അണികളെ, നിങ്ങൾ എന്തേ ചിന്തിക്കാത്തത്? ആ പാവപ്പെട്ട മനുഷ്യൻ നുണയാണ് പറയുന്നതെങ്കിൽ ആ നുണയുടെ ആപത്ത് അയാൾക്ക് വന്നോട്ടെ. ഇനി അതല്ല അദ്ദേഹം പറയുന്നത് സത്യമാണെന്ന് വന്നാലോ നിങ്ങളോട് പറയുന്ന ശിക്ഷ നിങ്ങൾക്ക് വരൂലേ? അതുകൊണ്ട് ഇന്നല്ലാഹ ലാ യഹ്ദീ മൻ ഹുവ മുസ്രിഫുൻ കദ്ദാബ്, ഏറ്റവും വലിയ അമിതത്വം പുലർത്തുന്നവനും വലിയ കള്ളം പറയുന്നവരുമായ ആളുകളെ ഒരിക്കലും അല്ലാഹു നേർവഴിയിലാക്കുന്നതല്ല എന്ന് അവിടെ പോയിട്ട് ഉപദേശിച്ചു കൊടുത്തു. ഈ മനുഷ്യൻ ധൈര്യം കാണിച്ചു. ഫറോവയുടെ മുമ്പിൽ ആരും ഒന്നും പറയാറില്ല. അവിടെ പോയിട്ട് ഇത് പറയാൻ ധൈര്യം കാണിക്കണം. എന്തിനാ നിങ്ങൾ ഒരാളെ കൊല്ലണം? അയാൾ അല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ പേര്. അങ്ങനെ നിങ്ങൾ ഒരാളെ കൊന്നുകളയാണോ? ഇതേ പേരിൽ മറ്റൊരു സംഭവം പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ഇതുപോലത്തെ ഒരു സംഭവം മുമ്പും ഉണ്ടായിട്ടുണ്ട്, ശേഷവും ഉണ്ടായിട്ടുണ്ട്. മൂസ നബി അലൈഹിസ്സലാമിന്റെ വിഷയത്തിൽ ഫിർഔനിന്റെ കുടുംബക്കാരനാണ് സംസാരിച്ചതെങ്കിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടന്നൊരു സംഭവം പരിശുദ്ധമായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് ചരിത്രം നമുക്ക് രേഖപ്പെടുത്തി തരുന്നുണ്ട്. ഒരിക്കൽ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അഖ്ബിർനി ബി അശദ്ദി മാ സനഅൽ മുശ്രികൂന ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മുശ്രിക്കുകൾ മർദ്ദിച്ച് അവരെ പീഡിപ്പിച്ചതിൽ ഏറ്റവും കഠിനമായത് നിങ്ങളുടെ ഹൃദയത്തിൽ ഓർമ്മയുള്ളതൊന്ന് പറഞ്ഞു തരാമോ? അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനോട് ഉർവത്ത് ചോദിക്കുകയാണ്. ആ സമയത്ത് അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, അള്ളാന്റെ റസൂലിനുണ്ടായ ഒരു അനുഭവം പറയാണ്. ബൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുസല്ലി ബിഫിനായിൽ കഅബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ മുറ്റത്ത് വെച്ചുകൊണ്ട്, കഅബാലയത്തിന്റെ മുറ്റത്ത് വെച്ചുകൊണ്ട് നിസ്കരിക്കുമ്പോ ഇത് അഖ്ബല ഉഖബത്ത് ഇബ്നു അബീ മുഅയ്യിത്ത്, ഖുറൈശികളിൽ മുശ്രിക്കുകളിലെ പ്രധാനിയായ ഉഖബ എന്ന് പറയുന്ന ശത്രു ഇങ്ങോട്ട് കടന്നു വന്നിട്ട് ഫാഖദ ബിമൻകിബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാറും ചുമലും അങ്ങ് കുത്തിപ്പിടിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ ചുമലും മാറും കൂടി കുത്തിൻ പിടിച്ചു വലിച്ചു. മാത്രമല്ല വലവാ സൗബഹു ഫീ ഉനുഖിഹി, മുണ്ടിട്ടുകൊണ്ട് കഴുത്തിലിട്ട് കുരുക്കുകയാണ്, വലിച്ചു മുറുക്കുകയാണ്. ഫഖനഖഹു ഖൻഖൻ ശദീദാ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശറഫാക്കപ്പെട്ട കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കിയിട്ട് വലിയടാ വലി എന്ന് പറഞ്ഞ് ഉഖ്ബയും അവന്റെ സിൽബന്ദികളും കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കുന്ന നേരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചാടി എഴുന്നേറ്റിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ചുമലിങ് പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ശത്രുക്കളെ ഒരു തള്ളങ്ങ് തള്ളിയിട്ട് ചോദിക്കുകയാണ്, അത്തഖ്തുലൂന റജുലാ അയ്യഖൂല റബ്ബി അല്ലാഹ് വഖദ് ജാഅകും ബിൽ ബയ്യിനാതി മിർ റബ്ബികും. മൂസ അലൈഹിസ്സലാമിനെ കൊല്ലാൻ പ്ലാനിട്ട ഫറോവയുടെ മുമ്പിൽ പോയിട്ട് മൂസ നബിയുടെ ആ രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കാലത്തും ശുപാർശയും പറയാൻ വേണ്ടി ചെന്ന ആ മുഅ്മിനായ മനുഷ്യൻ പറഞ്ഞതുപോലെ മഹാനായ നബി തങ്ങളെ കൊല്ലാൻ വേണ്ടി കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കിയിട്ട് ഉഖ്ബയും അവന്റെ സിൽബന്ദികളും ആർത്തട്ടഹസിച്ച് ചിരിച്ചിട്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കുന്ന നേരത്ത് ഒരു ശത്രുവിനെയും ഭയപ്പെടാതെ മെലിഞ്ഞൊട്ടിയ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു, മെലിഞ്ഞ പ്രകൃതക്കാരനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ആ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ചാടി എഴുന്നേറ്റ് നബി തങ്ങളുടെ ചുമലിൽ പിടിച്ചിട്ട് ശത്രുവിനെ അങ്ങ് തള്ളി മാറ്റിയിട്ട് ഇതേ ചോദ്യമാണ് ചോദിക്കുന്നത്, അത്തഖ്തുലൂന റജുലാ, നിങ്ങൾ ഒരാളെ കൊല്ലുകയാണോ? അയ്യഖൂല റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹയാണെന്ന് പറഞ്ഞു എന്ന കാരണത്താൽ വഖദ് ജാഅകും ബിൽ ബയ്യിനാതി മിർ റബ്ബികും, നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്ന് വ്യക്തമായ തെളിവുകളും കൊണ്ടല്ലേ അദ്ദേഹം വന്നിട്ടുള്ളത്. എന്നിട്ട് അങ്ങനത്തെ ഒരു മഹാനെ നിങ്ങൾ കൊല്ലുകയാണോ? അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാര്യത്തിൽ ചോദിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം നമുക്ക് കൃത്യമായി തന്നെ രേഖപ്പെടുത്തി തരുന്നുണ്ട്. അങ്ങനെ മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടി അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒരു ശുപാർശകനെന്നോണം ഈ മുഅ്മിനായ മനുഷ്യൻ ഫറോവയുടെ സഭയിൽ പോയി സംസാരിച്ചപ്പോ ഫറോവ എന്താ പറഞ്ഞത്? യാ ഖൗമി ലകുമുൽ മുൽകുൽ യൗമ ളാഹിരീന ഫിൽ അർള്. മാത്രമല്ല ഈ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വേണ്ടി വാദിക്കുന്ന ഈ മുഅ്മിനായ മനുഷ്യൻ പിന്നെയും അവരോട് ചോദിക്കുകയാണ്. ഖുർആൻ പറയുന്നു, യാ ഖൗമി ലകുമുൽ മുൽകുൽ യൗമ ളാഹിരീന ഫിൽ അർള് ഫമൻ യൻസുറുനാ മിൻ ബഅസില്ലാഹി ഇൻ ജാഅനാ ഖാല ഫിർഔനു മാ ഉരീകും ഇല്ലാ മാ അറാ വമാ അഹ്ദീകും ഇല്ലാ സബീലർ റശാദ്. അദ്ദേഹം പോയിട്ട് പറയാണ്, ജനങ്ങളോട് വീണ്ടും ചോദിക്കുകയാണ്, എന്റെ ജനങ്ങളെ, ഫറോവ അടങ്ങുന്ന സഭയിൽ പോയിട്ട് പറയാണ്, എന്റെ ജനങ്ങളെ, ലക്കുമുൽ മുൽകുൽ യൗം, നിങ്ങൾക്ക് ഇന്ന് അധികാരം ഉണ്ടല്ലേ, നിങ്ങൾക്ക് ഇന്നിവിടെ അധികാരമുണ്ട്. ആ അധികാരം ളാഹിരീന ഫിൽ അർളി, ഭൂമിയിൽ നിങ്ങൾ അങ്ങനെ അധികാരവും പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കുന്നുമുണ്ട്. അതൊക്കെ ശരിയാണ്, നിങ്ങൾ വലിയ രാജാവാണ്, ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് പ്രജകളുണ്ട്, പട്ടാളമുണ്ട്, പോലീസുണ്ട്, എല്ലാ സംവിധാനങ്ങളും നിങ്ങൾക്കുണ്ട്. പക്ഷേ ഇതൊക്കെ എന്നും നിങ്ങളുടെ കൂടെ കാണുമോ? ഫമൻ യൻസുറുനാ മിൻ ബഅസില്ലാഹ്, അല്ലാഹുവിന്റെ ഒരു ശിക്ഷയെങ്ങാനും വന്നാൽ, ഇൻജാഅനാ, അല്ലാഹുവിന്റെ ഒരു ശിക്ഷയോ പരീക്ഷണമോ നമുക്കിവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ഇതിൽ നിന്നൊക്കെ സഹായിക്കാൻ നിങ്ങളുടെ അധികാരം കൊണ്ട് കഴിയുമോ? പോലീസുകാരെ കൊണ്ട് കഴിയുമോ? പട്ടാളത്തെ കൊണ്ട് കഴിയുമോ? അതുകൊണ്ട് ആ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ആ മനുഷ്യനെ വെറുതെ വിട്ടേക്കൂ എന്ന് ഫറോവയുടെ സമീപത്ത് പോയി ആ സഭയിൽ കയറിയിട്ട് അദ്ദേഹത്തിന്റെ തന്നെ കുടുംബക്കാരിൽപ്പെട്ട മുഅ്മിനായ ഈമാൻ ഒളിപ്പിച്ചു വെച്ച വ്യക്തി അവിടെ വെച്ച് തുറന്നു പറയുന്നു. സമയത്ത് ഫിറഔൻ പറഞ്ഞു, മാ ഉരീകും ഇല്ലാ മാ അറാ, എനിക്ക് നേരായി തോന്നിയതല്ലാതെ ഞാൻ നിങ്ങളോടും പറയുന്നില്ല, എനിക്കിതാണ് ശരിയെന്ന് എനിക്ക് ബോധ്യമാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ആ വഴിക്ക് നിങ്ങൾക്ക് ഞാൻ മാർഗം കാണിച്ചു തരുന്നത്. വമാഹദീകും, ഞാൻ നിങ്ങളെ വഴി കാണിച്ചു തരുന്നില്ല, ഇല്ലാ സബീലർ റശാദ്, ഏറ്റവും റുഷ്ദായ വിവേകമുള്ള സൽക്കർമ്മത്തിന്റെ സൽപാതയുടെ സൽസരണിയുടെ വഴിയിലേക്കല്ലാതെ ഞാൻ നിങ്ങളെ തെളിച്ചു കൊണ്ടുപോകുന്നില്ല. ഫറോവ പറഞ്ഞത് മുഴുവൻ നുണ.
എല്ലാം കളവാ പറഞ്ഞത്. കാരണം ഞാൻ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ. എന്തേ അവൻ കണ്ടു, എന്തേ അവന് തെളിവുള്ളത്, എന്തേ അവന് ദൃഷ്ടാന്തമുള്ളത്? അവനറിയാം മൂസ അലൈഹിസ്സലാം സത്യാണെന്ന്. അവൻ ഞാനാ റബ്ബ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഉള്ളിൽ തട്ടിയ വർത്താനല്ല, ഉള്ളിൽ തട്ടിയ വർത്തമാനമല്ല. ഞാനാ നിങ്ങളുടെ റബ്ബ് എന്നൊക്കെ അവൻ പറയുന്നുണ്ടെങ്കിലും അവന് തന്നെ അറിയാം ഞാൻ റബ്ബല്ല, മൂസ സത്യസന്ധനാണ്, മൂസാ നബിയെ അല്ലാഹ് അയച്ചതാണ് എന്നൊക്കെ അറിയാം. പക്ഷെ അവന്റെ കിബിർ അത് പറയാൻ സമ്മതിക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ അവനെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് വജഹദൂ ബിഹാ വസ്തൈഖനതുഹും അൻഫുസുഹും ളുൽമൻ വഉലുവാ. മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്, അല്ലാഹ് ഉണ്ട് എന്നത് ഫിറഔൻ ചോദ്യം ചെയ്തിട്ടില്ല. അല്ലല്ലാന്നൊന്നും ഫിറഔൻ പറഞ്ഞിട്ടില്ല. അള്ളാഹിന്റെ അസ്തിത്വത്തെയോ അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ രക്ഷാകർതൃത്വത്തെയോ ഒന്നും നിഷേധിക്കുന്നവരായിരുന്നില്ല യഥാർത്ഥത്തിൽ ഫിറഔനും കൂട്ടരും. പിന്നെയോ ധിക്കാരവും അധികാരവും കാരണം മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് അവരിങ്ങനെ സത്യത്തെ തമസ്കരിച്ച് അസത്യം അവരുടെ വാക്ക് മുഖേന പ്രവൃത്തി മുഖേന ഇങ്ങനെ പറയുകയാണ്. അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് ഉറപ്പുണ്ട്, ഏകനായ അല്ലാഹ് വേറുണ്ട്, ഞാൻ റബ്ബല്ല, മൂസ സത്യസന്ധനാണ്. ഇതിന്റെ തെളിവെന്താന്നറിയോ? മുങ്ങിച്ചാകാൻ പോകുന്ന നേരത്തെങ്കിലും അവൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? കടലിൽ മുങ്ങിച്ചാകുന്ന നേരത്തെ അവൻ പറഞ്ഞല്ലോ, ആമന്തു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനതു ബിഹി ബനൂ ഇസ്രായീൽ വഅന മിനൽ മുസ്ലിമീൻ. മൂസ അലൈഹിസ്സലാം പറഞ്ഞ ബനൂ ഇസ്രായേലിൽ വിശ്വസിച്ചിട്ടുള്ള അതേ ഇലാഹ അല്ലാതെ ഒരു ഇലാഹില്ല, ഞാനിതാ ഉറച്ചു വിശ്വസിക്കുന്നു. വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ് എന്ന് അവൻ പ്രഖ്യാപിക്കുന്നു. കാരണം ഉള്ളിന്റെ ഉള്ളിൽ അതുണ്ടെങ്കിലേ അത് വരൂ. ഏത് നിരീശ്വരവാദിയുടെയും ഉള്ളിന്റെ ഉള്ളിൽ ഒന്നുണ്ട്. എടങ്ങേറാകുമ്പോ അതുകൊണ്ടാ ഇനി ദൈവത്തോട് പറയണമെന്ന് പറയുന്നത്. ഏത് നിരീശ്വരവാദികളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കും. ഏത് നിരീശ്വരവാദിയാവട്ടെ ആരാവട്ടെ, കുടുങ്ങി അവസാനങ്ങളിലേക്ക് ഇനിയല്ല ദൈവത്തിൽ എന്ന് പറയും. എന്താ? അതാ ഉള്ളുന്നൊരു പുറത്തേക്ക് ചാടുകയാണ്. പിന്നെ പറയേണ്ടിയില്ലാന്നൊക്കെ ഉണ്ടാവും, പക്ഷെ ഉള്ളുന്നത് പുറത്തേക്ക് ചാടും. അവരതിനെ നിഷേധിച്ചു. പക്ഷേ അല്ലാഹു പറയാണ്, അവരുടെ നഫ്സുകളിൽ അത് ഉറച്ചു കിടപ്പുണ്ട്. എന്നാലോ ദുൽമൻ വഉലുവ, അവരുടെ ധിക്കാരോ അവരുടെ അഹങ്കാരോ ഒക്കെ കാരണത്താൽ പുറത്തേക്ക് പറയില്ല എന്ന് മാത്രം. ആ രൂപത്തിലുള്ള അഹങ്കാരമാണ് അവർ കൊണ്ടു നടന്നിരുന്നത്. എന്നാൽ പരിശുദ്ധമായ മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ സമൂഹം വകവരുത്താൻ ഒരുങ്ങിയപ്പോൾ അവരുടെ ജനതയുടെ മുമ്പാകെ പോയി പറഞ്ഞ ഈ വ്യക്തി അദ്ദേഹത്തിൻ്റെതായ ഉപദേശം പിന്നെയും ഹൃദയസ്പൃക്കായ രൂപത്തിൽ വിവരിക്കുന്ന രംഗങ്ങളാണ് പിന്നെയും പിന്നെയും കാണുന്നത്. വഖാലല്ലദീ ആമന യാ ഖൗമി ഇന്നി അഖാഫു അലൈക്കും മിസ്ല യൗമിൽ അഹ്സാബ് مثل دأب قوم نوح وعاد وثمود والذين من بعدهم وما الله يريد ظلما للعباد. അദ്ദേഹം വിശ്വസിച്ച മനുഷ്യൻ പറഞ്ഞു. അദ്ദേഹം തുടരുന്നതാണ്. നിങ്ങൾ നോക്കൂ, ഈ ആയത്തുകളൊക്കെ നമ്മളിങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ വളരെ ഹൃദയസ്പൃക്കായ ഉപദേശമാണ് ഫറോവയുടെ സഭയിൽ പോയിട്ട് ഈ മൂമിനായ മനുഷ്യൻ പറയുന്നത്. അദ്ദേഹം പറയാണ്, യാ ഖൗമി, എന്റെ ജനങ്ങളെ, ഇന്നി അഖാഫു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് ഭയപ്പെടുന്നു. മിസ്ല യൗമിൽ അഹ്സാബ്, മിസ്ല യൗമിൽ അഹ്സാബ്, സഖ്യകക്ഷികളെ ഏറ്റവും വലിയ രൂപത്തിൽ അള്ളാഹുവിനോട് ധിക്കാരം പ്രവർത്തിച്ച കൂട്ടുകക്ഷികളെയൊക്കെ മുമ്പ് അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞതുപോലെ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് വരുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ഏതുപോലെ മിസ്ല ദഅബി ഖൗമി നൂഹ്, നൂഹിന്റെ ജനതയ്ക്ക് സംഭവിച്ച യാഥാർത്ഥ്യം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? വആദിൻ, ആദ് ഗോത്രത്തിന് എന്ത് സംഭവിച്ചു എന്ന്, വസമൂദ, സമൂദകാരെങ്ങനെ നശിപ്പിക്കപ്പെട്ടു എന്ന്, വല്ലദീന മിൻ ബഅദിഹിം, അവരുടെ പിൽക്കാലക്കാരും ശേഷക്കാർക്കുമൊക്കെ എന്തൊക്കെ വന്നു എന്ന്, ആ പതിവുകളൊക്കെ നിങ്ങൾക്കും ഓർമ്മയില്ലേ? അതുപോലെയൊക്കെ നിങ്ങൾക്കും വന്നു ചേരുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. വല്ലാഹു യുരീദു ദുൽമൻ ലിൽ ഇബാദ്, ഒരടിമകളെയും അല്ലാഹു ദുൽമു ചെയ്യൂല. മുൻഗാമികളായ സമുദായങ്ങളെ അല്ലാഹു തകർത്തെറിഞ്ഞത് അവരോട് അക്രമവും അനീതിയും കാണിച്ചതല്ല, അവര് ദുൽമു ചെയ്തത് കൊണ്ടാ റബ്ബ് അവരെ പിടികൂടിയത്. അതുകൊണ്ട് നിങ്ങൾ ഈ ദുൽമിൽ നിന്ന് വിട്ടു നിൽക്കണം, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ശിക്ഷ വരുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. വയാ ഖൗമി ഇന്നി അഖാഫു അലൈക്കും യൗമത്തനാദ്,
ഈ ലോകത്തുള്ള ശിക്ഷ മാത്രമല്ല, എന്റെ ജനങ്ങളെ, ഇന്നി അഖാഫു അലൈക്കും, ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുകയാണ്. യൗമത്തനാദ്, പരസ്പരം നിലവിളിച്ച് അട്ടഹസിച്ച് ഓടിപ്പോകുന്ന ഒരു ദിനം വരാനുണ്ട്. യൗമ തുവല്ലൂന മുദ്ബിരീൻ, നിങ്ങളൊക്കെ പിന്തിരിഞ്ഞ് ഓടിക്കളയുന്ന ഒരു ദിവസം വരാനുണ്ട്. മാലക്കും മിനല്ലാഹി മിൻ ആസിം, അന്ന് അല്ലാഹുവിങ്കൽ നിന്ന് നിങ്ങളെ തടുക്കാൻ ഒരു രക്ഷകനെയും കാണില്ല. ഒരു സംരക്ഷകനും നിങ്ങൾക്ക് വരാത്ത ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെ ഭയപ്പെട്ടോളണേ. നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി ജനങ്ങളെ? വലഖദ് ജാഅകും യൂസുഫ് മിൻ ഖബ്ലു ബിൽ ബയ്യിനാതി, നിങ്ങളിലേക്കല്ലേ യൂസുഫ് അലൈഹിസ്സലാം മുൻകാലത്ത് നിയുക്തനായത്. മൂസാ നബി അലൈഹിസ്സലാം വരുന്നതിന്റെ മുമ്പ് ആ സമൂഹത്തെ നയിച്ചത് യൂസുഫ് നബി ആയിരുന്നല്ലോ. ഈജിപ്തിലല്ലേ അദ്ദേഹത്തിന്റെ സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഈ വ്യക്തി, ഈ മോമിനായ മനുഷ്യൻ ഫിറഔനെയും അവന്റെ അനുയായികളെയും ഓർമ്മപ്പെടുത്താണ്. നിങ്ങൾക്ക് മൂസ നബി മുമ്പ് വന്നിട്ടില്ലായിരുന്നുവോ? അഥവാ യൂസുഫ് നബി അലൈഹിസ്സലാം ബിൽ ബയ്യിനാതി, വ്യക്തമായ തെളിവുകളും കൊണ്ട് വന്നിരുന്നില്ലേ? ഫമാ സിൽതും ഫീ ശക്കിൻ മിമ്മാ ജാഅകും ബിഹി, അദ്ദേഹം നിങ്ങൾക്ക് കൊണ്ടുവന്നതിലും നിങ്ങൾ സംശയത്തിൽ തന്നെയായി. അങ്ങനെ ഹത്താ ഇദാ ഹലക, അദ്ദേഹം അങ്ങ് വഫാത്തായപ്പോൾ, ഖുൽതും, നിങ്ങൾ പറഞ്ഞു നടന്നു, ലയ്യബഅസല്ലാഹു മിൻ ബഅദിഹി റസൂലാ, ഇദ്ദേഹത്തിന്റെ ശേഷം ഇനി ഒരു റസൂലിനെയും അല്ലാഹ് അയക്കൂലാന്ന് നിങ്ങൾ പറഞ്ഞു നടന്നു. കദാലിക യുദില്ലുല്ലാഹു മൻ ഹുവ മുസ്രിഫും മുർതാബ്, സംശയാലുക്കളെയും അതിരുകവിഞ്ഞവരെയും ഒക്കെ ഇപ്രകാരമാണ് റബ്ബ് പഴപ്പിക്കുന്നത്. അവരുടെ മാർഗപ്പഴവ്, അവരുടേതായ വ്യതിയാനം ഈ രൂപത്തിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ആരാണ് ഈ സംശയാലുക്കൾ? അവരെപ്പോഴും തർക്കത്തിലാണ്. الذين يجادلون في آيات الله بغير سلطان أتاهم كبر مقتا عند الله وعند الذين آمنوا كذلك يطبع الله على كل قلب متكبر جبار. ആരാണ്, എന്താണ് ഈ ഇത്തരത്തിലുള്ള ആളുകളുടെ സ്വഭാവം? അവര് അള്ളാഹുവിന്റെ ആയത്തിൽ ഒരു തെളിവും കൂടാതെ തർക്കിക്കും. വെറുതെ തർക്കിച്ച് നടക്കും. വെറുതെ എല്ലാത്തിനെയും നിഷേധിക്കും, എല്ലാത്തിനെയും പരിഹസിക്കും, ചോദ്യം ചെയ്യും. എന്നിട്ട് അള്ളാഹ് പറയാണ്, അള്ളാന്റെ അടുക്കലും മുഅ്മിനീങ്ങളുടെ അടുക്കലും കടുപ്പപ്പെട്ട ക്രോധത്തിന് കാരണമാകുന്ന വസ്തുതയാണ് അനാവശ്യമായി തർക്കിച്ച് നടക്കൽ. എന്തിനേയും നിഷേധിക്കുക, പരിഹസിക്കുക, കളിയാക്കുക. അള്ളാന്റെ അടുക്കലും കോപിക്കപ്പെട്ട കാര്യമാണ്. മുഅ്മിനീങ്ങൾക്കിടയിലും അത് ഏറ്റവും കൂടുതൽ അവരും വെറുക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇവരുടെ ഓരോ ചെയ്തികളെയും മോശപ്പെട്ട സ്വഭാവങ്ങളെയും ഇങ്ങനെ കൃത്യമായി തിരുത്താൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതുകൊണ്ടൊന്നും ആ സമൂഹത്തിന് മാറ്റം വരുന്നില്ല. ഫിറഔൻ അവന്റെ മന്ത്രിയെ വിളിച്ചുകൊണ്ട് ഇതൊക്കെ കേട്ടപ്പോ പരിഹാസം ഒന്നുകൂടെ കൂട്ടി. ഫിറഔനിന്റെ മന്ത്രിയായിരുന്നു ഹാമാൻ. അതുപോലെ തന്നെ അവന്റെ കൂട്ടത്തിലെ വലിയ പണക്കാരനായിരുന്നു ഖാറൂൻ. ഹാമാനിനെ വിളിച്ചുകൊണ്ട് ഈ വയലൊക്കെ, ഈ ഉപദേശമൊക്കെ കേട്ടപ്പോഴും ഫിറഔൻ എന്താ ചെയ്യുന്നത്? പരിഹസിക്കാനാ തയ്യാറാകുന്നത്. വഖാല ഫിർഔനു യാ ഹാമാനു ബിനി ലീ സർഹാ ലഅല്ലി യബ്ലുഗുൽ അസ്ബാബസ് സമാവാതി ഫഅത്ലിയ ഇലാ ഇലാഹി മൂസാ വഇന്നി ലഅظنഹു കാദിബാ വകദാലിക സുയ്യിന ലിഫിർഔന സൂഉ അമലിഹി وصد عن السبيل وما كيد فرعون إلا في تباب. وقال فرعون, ഇതൊക്കെ കേട്ടപ്പോൾ ഫിറഔൻ എന്താ പറയുന്നത്? യാ ഹാമാൻ, അവന്റെ കൂട്ടത്തിലെ വലിയ മന്ത്രിയാണ്, വസീറാണ് ഹാമാൻ. ഹാമാനെ, ഇബ്നി ലീ സർഹ, നീ എനിക്കൊരു വലിയ സ്തൂപം, ഒരു വലിയ കൊട്ടാരം പണിതതാണ്. എന്തിനാ? ലഅല്ലി അബ്ലുഗു അസ്ബാബസ് സമാവാതി, അസ്ബാബ്, ഞാൻ അതിന്റെ മുകളിലേക്ക് കയറിപ്പോകട്ടെ. കയറിയിട്ട് അസ്ബാബസ് സമാവാതി, സമാവാത്തുകൾ മുഴുവനിലേക്കും കയറിപ്പോകാവുന്ന നിലക്കൊരു പടുകൂറ്റൻ ബിൽഡിംഗ് എനിക്ക് എടുത്തതാ ഹാമാനെ. പരിഹസിക്കാണ്. എന്തിന്? ഫഅത്ലിയ ഇലാ ഇലാഹി മൂസാ, മൂസയുടെ അല്ലാഹനെ, മൂസയുടെ ഇലാഹിനെ ഞാനൊന്ന് അന്വേഷിക്കട്ടെ. മുകളിൽ പോയിട്ടൊന്ന് അന്വേഷിക്കട്ടെ, അവിടെ എവിടെയെങ്കിലും കാണാണ്ടോ. അവൻ കളവാ പറയുന്നത്. അതുകൊണ്ട് ആ അള്ളാഹനെ, ആ ഇലാഹിനെ ഒന്ന് അന്വേഷിക്കട്ടെ. മൂസ പറയുന്ന ആ ഇലാഹിനെ ഞാനൊന്ന് മുകളിൽ പോയിട്ട് അന്വേഷിക്കട്ടെ. അപ്രകാരം
അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ അതൊക്കെ ഉണ്ടെങ്കിലും പുറത്തേക്ക് അവൻ ഈ രൂപത്തിലാ വൃത്തികെട്ടതാ പറയുന്നത്. ഇപ്രകാരം അവന്റെ എല്ലാ അമലുകളും അവന് ഭംഗിയായി തോന്നിപ്പിക്കപ്പെട്ടിരിക്കുന്നു. നേർമാർഗത്തിലേക്ക് വരാതെ അവൻ തടയപ്പെട്ടിരിക്കുകയാണ്. ഫിറഔനിന്റെ കുതന്ത്രം പയറ്റിയിട്ട് എന്താണ് ഫലം? അതൊക്കെയും ഇല്ലാ ഫീ തബാബ്, നാശനഷ്ടത്തിലല്ലാതെ കലാശിക്കൂല. അതുകൊണ്ട് ഒരു നിലക്കും അവന് ഒരു പ്രയോജനവും അവന്റെ ഈ കുതന്ത്രങ്ങൾ കൊണ്ടൊന്നും ലഭ്യമാവാനില്ല എന്ന് അവൻ മറുപടി പറഞ്ഞപ്പോഴും ചെന്ന ആള് വഴല് നിർത്തിയിട്ടില്ല. ചെന്ന വ്യക്തി പിന്നെയും പിന്നെയും ഹൃദയസ്പർശിയായ നിലക്ക് ആ ഫിറഔനിന്റെ മുമ്പിൽ വെച്ച്, അനുയായികളുടെ മുമ്പിൽ വെച്ച് അദ്ദേഹം വീണ്ടും വീണ്ടും തന്റെ ഹൃദയത്തിന്റെ വേദന അവര് നന്നായി തീരണമെന്ന ഉത്കടമായ മോഹം പ്രകടിപ്പിക്കുന്ന നിലക്ക് പിന്നെയും പിന്നെയും ആ ജനതയെ ഉപദേശിക്കുന്ന രംഗമാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഗാഫിറിൽ പിന്നെയും വിശദമായി തന്നെ പറയുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത അവസരത്തിലൂടെ നമുക്കത് വിശദീകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന ഗുണപാഠങ്ങൾ അത് കൃത്യമായി തന്നെ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ കൃത്യമായി ഇസ്ലാമികമായ ആവേശവും ഇസ്ലാം അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള താല്പര്യവും കൈമുതലായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തുക്കളുടെ പാത പിൻപറ്റി ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ.